ഞാൻ ഡോക്ടർ ടിഷ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കർക്കിടക മാസമാകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു കാര്യമുണ്ട്, കർക്കിടക ചികിത്സ. എന്താണ് ഈ കർക്കിടക ചികിത്സ, എന്തിനാണ് ഈ ഒരു മാസം ശരീരത്തെ ഇത്രയും അധികം നമ്മൾ സംരക്ഷിക്കുന്നത് എന്നൊക്കെ കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരിക്കും. സോ ഈ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്താണ് കർക്കിടക ചികിത്സ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, വീട്ടിൽ നിങ്ങൾക്ക് എങ്ങനെ ശരീര സംരക്ഷണം ഈ ഒരു മാസം ചെയ്യാം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കർക്കിടക മാസത്തെ പറ്റി പറയുമ്പോഴത്തേക്കും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സംഭവമുണ്ട്, ഋതുചര്യ ആയുർവേദത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ ഋതുചര്യ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമുക്കറിയാം ഓരോ ഋതുക്കളും മാറി മാറി വരും. ശിവഗ്രി വശഹേ എന്ന് നമ്മൾ ആയുർവേദത്തിൽ കോഡിട്ട് വിളിക്കുന്നതാണ്. ഓരോ ഋതുക്കളും 6 ഋതുക്കളും നമ്മളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മൾ നോർമലായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ക്ലൈമറ്റ് ചേഞ്ച് കാരണം നമ്മുടെ ശരീരത്തിൽ അതിൻ്റേതായ മാറ്റങ്ങൾ കണ്ടുവരും. അത് തന്നെയാണ് നമ്മളിവിടെയും ഉപയോഗിക്കുന്നത്. ഓരോ ഋതുക്കളുടെ ആ ഒരു മാറ്റം നമ്മുടെ ശരീരത്തിലും ആ ഒരു മാറ്റം കൊണ്ടുവരും. മഴക്കാലം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. നല്ല രീതിയിൽ ബോഡി വീക്കായിട്ട് ക്ഷീണമൊക്കെ കണ്ടുവരുന്ന ഒരു ടൈമാണ്. മറ്റ് രോഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പനി, ശരീരം വേദന, വാതരോഗങ്ങൾ, ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദഹന പ്രശ്നം കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഈ ഒരു ദഹന പ്രശ്നം എന്ന് പറയുന്നത്. സോ 2 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രോഗപ്രതിരോധ ശേഷി നിലനിർത്തി കൊണ്ടുപോകാനും അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഈ 2 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ ഒരു കർക്കിടക മാസത്തിലെ മഴക്കാലം നിങ്ങൾക്ക് ആരോഗ്യമായിട്ട് നിലനിർത്താനായിട്ട് സാധിക്കുന്നവയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കർക്കിടക കഞ്ഞി. ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ കുറച്ച് മരുന്നൊക്കെ ചേർത്തിട്ട് കഴിക്കുന്നതാണ് കർക്കിടക കഞ്ഞി. ഒരുപാട് ആൾക്കാർക്ക് ഇതൊന്നും വീട്ടിലുണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്നൊരു സംശയം കാരണമാണ് ആരും ഇത് ട്രൈ ചെയ്യാത്തത്. അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈ ഒരു കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 സാധനങ്ങൾ മാത്രം മതി, വീട്ടിൽ കിട്ടുന്നവ തന്നെയാണ്. അയമോദകം, ചുക്ക്, ഉലുവ, ജീരകം, അതുപോലെ ഒരു നുള്ള് നെയ്യും ചേർത്തിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കർക്കിടക കഞ്ഞിയുടെ ആ ഒരു കൂട്ടെന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങാടിക്കടയിൽ പോയാൽ നിങ്ങൾക്കത് കിട്ടും. അല്ല നിങ്ങൾക്ക് വീട്ടിൽ ഇത്രയും സാധനങ്ങളൊക്കെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയമോദകവും ചുക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ജീരകവും ഒരു നുള്ള് നെയ്യും കൂടെ ചേർത്തിട്ട് സേവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുരുമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലിടാം കേട്ടോ. ഇത് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഉലുവ പ്രധാനമാണ്. ഇത് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ എല്ലാ ദിവസവും ഒരു നേരം കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കായാലും കൊടുക്കാം. വയറ് ക്ലീൻ ആയിട്ടിരിക്കാനും ദഹന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആരോഗ്യപരമായിട്ടിരിക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു കഞ്ഞി എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ നമ്മൾ വിരേചനം പറയാറുണ്ട്. വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാം സിമ്പിളായിട്ട്, പക്ഷേ നിങ്ങൾക്കൊരു ഡോക്ടറിൻ്റെ കൺസൾട്ടോട് കൂടി ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം എന്ന് പറയുന്നത്. കാര്യം മറ്റ് രോഗങ്ങളൊക്കെ ഉണ്ടോ അതിൻ്റെ ഡോസും കാര്യവും ഒക്കെ അറിയാനായിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് മേടിക്കാം. ത്രിഫല വെച്ചും അവിപത്തി വെച്ചിട്ടും ഒക്കെ വിരേചനം ചെയ്യാറുണ്ട്. ഭയങ്കര എഫക്റ്റീവാണ്. കർക്കിടക മാസം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ വയറ് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ശരീരത്തിൽ അബ്സോർപ്ഷൻ നടക്കുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ഒരു വിരേചനം പറയുന്നത്. അതിൻ്റെ ഡോസ് പക്ഷേ ഒരു ഡോക്ടർ നിങ്ങളുടെ ആ ഒരു ആരോഗ്യ രീതിയൊക്കെ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഡോസ് പ്രകാരം കഴിച്ച് വയറ് ക്ലീൻ ചെയ്തിട്ട് പിന്നീട് കഞ്ഞി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു വിരേചനം എന്ന് പറയുന്നത്. ഇര ഇളക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. രോഗപ്രതിരോധ ശേഷി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീര സംരക്ഷണത്തിൻ്റെ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് വയറ്. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ വയറ് സംബന്ധമായിട്ട് നോക്കുന്നത്. സോ ദഹന പ്രശ്നങ്ങൾ മാത്രമല്ല, മറ്റ് എല്ലാം നമ്മൾ കഴിക്കുന്ന ആഹാര രീതിയിൽ നിന്നിട്ടാണ് നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ളവയൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ ഒരു വിരേചനം എന്നൊരു പ്രോസസ്സ് നമ്മുടെ ആയുർവേദത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ലൈറ്റ് ആയിട്ടുള്ള ആഹാര രീതി നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ആരോഗ്യം വീക്കായിട്ടിരിക്കും. സോ ഈസിലി ഡൈജസ്റ്റ് ചെയ്യുന്ന ആഹാര രീതി നിങ്ങൾ പ്രിഫർ ചെയ്യുക. എന്ന് പറയുമ്പോഴത്തേക്കും സൂപ്പും രസവും നിങ്ങൾക്ക് ഡെയിലി തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. രസത്തിലുള്ള ആ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കുരുമുളകും അതിൻ്റെ ഒക്കെ ആ ഒരു ദഹന പ്രശ്നങ്ങളും നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സൂപ്പ് നിങ്ങൾക്ക് വെജിറ്റബിൾ സൂപ്പോ ചിക്കൻ സൂപ്പോ ഒക്കെ, ചിക്കൻ സൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിക്കൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ അതിൽ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൂപ്പ് സംബന്ധമായിട്ടും നമ്മൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഈ ഒരു ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്.
ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സൂപ്പും അതുപോലെ തന്നെ നിങ്ങൾക്ക് രസവും ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം തഴുതാമ ഇല നിങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ടാകും. ആ ഒരു ഇല നിങ്ങൾക്ക് തോരൻ വെച്ചിട്ട് ഈ ഒരു മാസം കഴിക്കാം. ശരീരത്തിൽ ആ ഒരു നീർക്കെട്ടും വീഴ്ചയും ഒക്കെ ആ വേദനകൾക്കും ഒക്കെ ഒരു ആശ്വാസം തരാനായിട്ട് ഇത്തരം തോരൻ വെച്ച് ഈ ഒരു ഇല തോരൻ വെച്ച് കഴിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രതിരോധ ശേഷി നിങ്ങളുടെ ശരീരത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ആയുർവേദത്തിൽ ഒരുപാട് തന്നെ മരുന്നുകളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ദുകാന്ത കഷായം നമ്മൾ കൊടുക്കാറുണ്ട്, ചവനപ്രാവശ്യമുണ്ട്, അഷ്ടചൂർണം, പഞ്ചകോല ചൂർണം, അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അടുത്തുള്ള ആയുർവേദ ആശുപത്രിയിൽ പോയിട്ട് ഇതുപോലെ പ്രതിരോധ ശേഷിക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ഡോക്ടറോട് ചോദിച്ച് നിങ്ങളുടെ ആരോഗ്യ രീതിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. അതും ഭയങ്കര ഒരു എഫക്റ്റീവാണ്. ഇത്തരം മരുന്നുകൾ നിങ്ങൾ ഈ ഒരു മാസം കഴിക്കുന്നത് പുറമേ ആയാലും ഉള്ളിലായാലും നിങ്ങൾക്ക് ഭയങ്കര ചേഞ്ച്. നമ്മൾ തൈലമൊക്കെ അതും കണ്ടീഷൻ നോക്കിയിട്ടാട്ടോ. ചില കണ്ടീഷനിൽ നമ്മൾ തൈലം തൊടാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ വീട്ടിൽ ഇതൊക്കെ പരീക്ഷിക്കാണ്ട് ഒരു ഡോക്ടറുടെ ഒരു സഹായത്തോടു കൂടി ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. കേശ സംരക്ഷണം ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക. താളികളൊക്കെ ഒരുപാട് നേരം തലയിൽ ഇട്ടിട്ട് ഇരിക്കരുത്. നീരിറങ്ങും, നീർക്കെട്ടിറങ്ങും. നീർക്കെട്ടൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ കുളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ രാസ്നാദി വെച്ചിട്ട് നെറുകയിൽ തിരുമാലായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, നമ്മൾ കേശധൂപനം എന്ന് പറയാറുണ്ട്. വളരെ സിമ്പിളാണ്. മുടിയിൽ നമ്മൾ ആ ഒരു പുക പോലത്തെ ആ ഒരു ഔഷധം കൊണ്ട് പുകയ്ക്കുന്ന ഒരു സംഭവമാണ്. ആ ഒരു മണം, മുടിക്ക് ആ ഒരു മണവും പെയിൻ ശല്യവും ഒക്കെ മാറിക്കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതൊരു ഈ ഒരു മാസം ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആണ്. അകിലെന്ന് പറയുന്ന ആ ഒരു അങ്ങാടി കടയിലൊക്കെ കിട്ടും. അകിലും കുന്തിരിക്കും ഒക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് അങ്ങാടി കടയിൽ പോയാലും മേടിക്കാൻ കിട്ടും. അത് ഇട്ട് മുടി ആ ഒരു കേശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ഒരു മാസം ചെയ്യുന്നത് ഭയങ്കര ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ്. മുഖ സംരക്ഷണത്തിന് നിങ്ങൾക്ക് ഇരട്ടി മധുരം, എഷ്ടി മധു എന്ന് പറയും, അത് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് ഇച്ചിരി തൈരിൽ ചേർത്തിട്ട് ഒരു നല്ല പോലെ ഒരു മസാജ് സ്ക്രബ് പോലെ ചെയ്യാവുന്നതാണ്. ഈ വാദത്തിൻ്റെ ആ ഒരു പ്രശ്നമൊക്കെ ഉള്ളവർക്ക് വീട്ടിൽ നിങ്ങൾക്ക് വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് ഇലകളൊക്കെ ചേർത്തിട്ട് ശരീരത്തെ മേത്തൊഴിക്കാവുന്നതാണ്. തലയിലെല്ലാം മേത്തൊഴിക്കാവുന്നതാണ്. നിങ്ങളുടെ ആ ഒരു ശരീരത്തിൽ ആ ബലം നിലനിർത്താനും ക്ഷീണമൊക്കെ അകറ്റാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ആവണക്കിൻ്റെ ഇല, പുളിയില, അതുപോലെ തന്നെ വാദം, കൊല്ലി, കരിനൊച്ചി, ഇവയൊക്കെ നിങ്ങളുടെ ആ ഒരു പ്രോസസ്സ് വെള്ളം തിളപ്പിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ വെള്ളം തിളപ്പിച്ചിട്ട് ചെറുതായിട്ട് ആറിയതിന് ശേഷം ദേഹത്ത് ഒഴിക്കാവുന്നതാണ്. നല്ലൊരു എഫക്റ്റാണ്. ആ ഒരു വേദനയ്ക്കൊക്കെ ശമനം ലഭിക്കുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, തൈലങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക. ചില തൈലങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഉപയോഗിക്കുമ്പോഴത്തേക്കും വിപരീതമായിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ധന്വന്തരം തൈലം, സഹചരാദിയും ഒക്കെ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യാറുണ്ട് ഓരോ രോഗികളെയൊക്കെ നോക്കിയിട്ട്. നിങ്ങൾ ആ കാര്യവും ശ്രദ്ധിക്കുക. വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ ആയുർവേദ ആശുപത്രിയിലൊക്കെ പോയി കിടത്തി ചികിത്സയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. കാര്യം ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒക്കെ അവിടെ ഫോളോ ചെയ്യുന്നതായിരിക്കും. വമനം, വിരേചനം, ബസ്തി, ഉഴിച്ചില്, പിഴിച്ചില്, അഭ്യംഗം ഒക്കെ അങ്ങനെ ഒരുപാടൊക്കെ ഉണ്ട്. കിഴികളാണ് പ്രധാനമായിട്ടും പറയുന്നത്. വാദശമനത്തിനായിട്ട് ആവശ്യമായിട്ടുള്ള കിഴികളൊക്കെ ശരീരത്തിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് ആ ഒരു ടോക്സിക്സ് എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. ശരിക്കും എഫക്റ്റീവാണ്. അങ്ങനെ ആഗ്രഹമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ആയുർവേദ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് അത്തരം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വളരെ ഉത്തമമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് മാത്രമായിട്ടാണ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഒരു ആശുപത്രിയിൽ പോയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ എഫക്റ്റ് നിങ്ങളുടെ ശരീരത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. സോ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒരു കർക്കിടക മാസം ആരോഗ്യപരമായിട്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്